എല്ലാവർക്കും നമസ്കാരം. വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മുൻപിൽ ദേശീയപാതയുടെ മേൽപ്പാതയിൽ മുകൾ ഭാഗത്ത് വെച്ചുണ്ടായ ഒരു വാഹനാപകടത്തിൽ 2 ചെറുപ്പക്കാർ മരണപ്പെട്ടിരിക്കുന്ന വിവരമാണ് നിങ്ങളെ അറിയിക്കുന്നത്. കൊരട്ടി ആറ്റപ്പാടം സ്വദേശി മനക്കുടിയിൽ വീട്ടിൽ തോമസ് മകൻ ഗോഡ്സൺ 19 വയസ്സ്, അതുപോലെ അന്നനാട് പുത്തങ്കണ്ടത്തിൽ റോയ് മകൻ ഇമ്മാനുവൽ 18 വയസ്സെന്ന 2 ചെറുപ്പക്കാരാണ് മരണപ്പെട്ടിട്ടുള്ളത്. വാഹനാപകടത്തിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. കൂട്ടുകാരൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് സിനിമ കാണാൻ വേണ്ടി 2 ബൈക്കുകളിലായിട്ട് വരികയായിരുന്നു സുഹൃത്തുക്കൾ. അതിൽ മുൻപേ പോയിരുന്നവരായിരുന്നു ഈ ഇമ്മാനുവലും ഗോഡ്സണും. ഇവരുടെ വാഹനം ഈ മേൽപ്പാലത്തുമേലേക്ക് കയറി ഏകദേശം സെൻറ്റർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലോറിയെ വെട്ടിച്ച് പോകുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. ഈ ചെറുപ്പക്കാരുടെ ബൈക്ക് ഈ ലോറിയുടെ അടിയിലേക്ക് പോവുകയും മരണപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം. 2 കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ലോറി മുകളിൽ പാർക്ക് ചെയ്തിട്ടുള്ളത് എന്തിനാണെന്ന്, ഒപ്പം ഇവരുടെ ബൈക്കിന് വേറെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിട്ടാണോ ഈ വാഹനത്തിൻ്റെ അടിയിലേക്ക് പോയിട്ടുള്ളത് എന്ന് കൂടുതൽ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ 2 ചെറുപ്പക്കാരുടെ മരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊരട്ടി അന്നനാട് പ്രദേശത്തെ ഒരു നടുക്കത്തിലാഴ്ത്തിയിരിക്കുകയാണ്. എല്ലാവരും പരസ്പരം കാണുന്ന, എപ്പോഴും ബന്ധപ്പെടുന്ന 2 ചെറുപ്പക്കാർ. അതുമാത്രമല്ല, ഇവരുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊരു ഞെട്ടലാണ്. ഇവിടെ ഈ സെൻറ്റ് ജെയിംസ് ആശുപത്രിയുടെ പരിസരത്തൊക്കെ തന്നെ ഈ സുഹൃത്തുക്കൾ ഇവരൊക്കെ വന്നിട്ട് ഒരു ഞെട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം സിനിമ കാണാൻ വരുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന 2 പേര് മരണപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നിരത്തുകളിലൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ, ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. 2 ചെറുപ്പക്കാരുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ആദരാഞ്ജലികൾ.